നമ്മുടെ കൊച്ചി ഭദ്രാസന ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രോഗ്രാം 5 ആഴ്ചകൾ പിന്നിട്ടിരിക്കും. ദൈവകൃപയാൽ ഒരുപാട് പേരുടെ അധ്വാനം വഴി ആവോളം ഭംഗിയായി ഈ പരിപാടി നടക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന് വക നൽകുന്നു. സ്കൂളിൽ പോയി ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ നമുക്ക് ഒരു പ്രത്യേക ക്രമീകരണം എന്നുള്ള നിലയിലാണ് ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ കുഞ്ഞുങ്ങൾ സഹകരിക്കുന്നു, അധ്യാപകർ സഹകരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ്. ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ നടത്തിയ ക്ലാസുകളെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. അതിനുവേണ്ടി നന്നായി തയ്യാറെടുത്ത അധ്യാപകരെ അഭിനന്ദിക്കുന്നു. എല്ലാം നേതൃത്വം കൊടുക്കുന്ന സൺഡേ സ്കൂൾ ഡയറക്ടർ കുറിയാക്കോസ് സാറിനെയും ഭദ്രാസന സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ഇജു വർഗീസ് അച്ഛനെയും മറ്റെല്ലാ പ്രവർത്തകരെയും സംപ്രേഷണം ചെയ്യുന്ന സഹോദരനെയും ഞാൻ പൂർണ്ണ മനസ്സോടെ അഭിനന്ദിക്കും. നിങ്ങളുടെ എല്ലാം പ്രയത്നങ്ങൾക്ക് ദൈവം നല്ല പ്രതിഫലം തരട്ടെ. നമ്മൾ അധ്വാനിക്കുന്നത് ദൈവത്തിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കർത്താവിന്റെ വാത്സല്യമതികളായ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്. അവരുടേതാണ് സഭ, നമ്മുടെ എല്ലാം കൂടെയാണ് സഭ. ഇവിടെ ഇന്നും നാളെയുമായി സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. അവരുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നന്നായി ഇതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ നന്നായി നിങ്ങൾ പരിശോധിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അധ്യാപകരും വേദപുസ്തകവും സഭാചരിത്രവും വേദവ്യാഖ്യാനവും അതോടൊപ്പം പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ച് മനനം ചെയ്ത് അവരവരുടെ ചിന്തയും ചേർത്ത്, നമ്മൾ ഇത്രയൊക്കെ വായിക്കുമ്പോൾ ദൈവം നല്ല ചിന്തകൾ തരും. ആ ചിന്തകളും കൂടെ കൂട്ടിയിണക്കി വേണം നിങ്ങൾ പഠിപ്പിക്കാൻ പോകാൻ. കേവലം പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം പഠിപ്പിക്കാനോ സാധ്യമല്ല. നല്ല ചിന്തകൾ ദൈവം തരും. ആ ചിന്തകൾ കോർത്തിണക്കി പാഠഭാഗത്തോട് ചേർത്ത് വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ലാസുകൾ നടത്താം. പ്രത്യേകാൽ നമ്മുടെ അഖില മലങ്കര സൺഡേ സ്കൂൾ ദിനമാണ്, സൺഡേ സ്കൂൾ ഡേ. അപ്പൊ അത് മനസ്സിലിരിക്കണം. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്നാൽ ലോർഡ്സ് ഡേ ആണ് ഈ വർഷത്തെ സൺഡേ സ്കൂൾ ദിനം. ഈ ലോക്ക്ഡൌൺ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുകയും വളരെ ആഹ്ലാദകരമായ കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ വർഷം ഇതൊന്നും നമുക്ക് സാധ്യമല്ലാതെ ഇരിക്കുന്നു. എങ്കിലും സൺഡേ സ്കൂൾ ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് സൺഡേ സ്കൂൾ ഡേ. നമ്മുടെ ആ കൂട്ടം കൂടുകയോ മീറ്റിങ്ങോ മാത്രമല്ലല്ലോ സൺഡേ സ്കൂൾ ഡേ എന്ന് പറഞ്ഞാൽ. ലോർഡ്സ് ഡേ എന്ന് പറഞ്ഞ പോലെ സൺഡേ സ്കൂളിനെ നമ്മൾ നെഞ്ചിലേറ്റി സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മലങ്കര സഭ സൺഡേ സ്കൂൾ പ്രവർത്തകർക്ക് വേണ്ടി, for the whole family of Orthodox Sunday School. We pray for every one of them, all the Sunday schools in all the countries, all the Orthodox Sunday schools, all children, all teachers, all directors, everyone associated with the Malangara Orthodox Syrian Sunday School Association. Let us try to strengthen our Sunday School Association. In spite of the COVID-19 difficulties, let us all join together, work together to see that Sunday school activities, especially the Sunday online Sunday school program, is a grand success. If we all come together in one spirit, with one intention, with enthusiasm, our program can never fail. So let us all put our efforts together, pray together, learn together, and praise the Lord together. The Sunday School Day വിജയകരമായിട്ട് നമുക്ക് നടത്താം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിന്റെ ചുമതലക്കാർ നിങ്ങളെ അറിയിക്കും. ഓരോ ആഴ്ച കഴിയുന്തോറും സൺഡേ സ്കൂൾ പാഠങ്ങൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് നന്നായിട്ട് വരുന്നതെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. എക്സ്പീരിയൻസ് ഈസ് അവർ ഗ്രേറ്റ് ടീച്ചർ. അപ്പൊ ഓരോ ആഴ്ചത്തെ അനുഭവങ്ങളിലും ഫീഡ്ബാക്കും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് മുമ്പോട്ട് പോകണം. ഒരു ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞു, അടുത്തത് അറിയിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഫീഡ്ബാക്ക് ലഭിക്കുന്ന നമുക്ക് വലിയൊരു പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ തരുന്നതാണ്. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് വേണം അടുത്ത ലെസൺ കാര്യങ്ങളൊക്കെ ആകാൻ. കൂടാതെ നമുക്ക് 1 മാസം ആകുമ്പോഴേക്കും നമ്മുടെ എക്സാമിനേഷൻ കാലമാകും. ക്ലാസുകൾ ഓൺലൈൻ ആയിരുന്നു,
എക്സാമിനേഷനും ഓൺലൈൻ തന്നെ ആയിരിക്കും. ഇതെല്ലാം സൺഡേ സ്കൂൾ അസോസിയേഷന്റെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ടർ ജനറൽ DG ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, അദ്ദേഹത്തിന്റെയും ആശീർവാദത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണം. കാരണം കുറെ ആളുകൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളും അധ്യാപകരും അതെല്ലാം മനസ്സിലാക്കണം. ഒരുപിടി ആളുകൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. കോവിഡിന്റെ പ്രയാസം എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ദൈവം അറിയും. അത്രയും കാലം ഇങ്ങനെയൊക്കെ നമ്മളെ ബെസ്റ്റ് പോസിബിൾ, ബെസ്റ്റ് മീൻസ് പോസിബിൾ, ഒരുപാട് അസാധ്യതകൾ മുമ്പിൽ കാണുന്നുണ്ടെങ്കിലും ആവോളം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾ ഈ പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതിന്റെ ഹോംവർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്യുകയും ടീച്ചേഴ്സിനെ അറിയിക്കുകയൊക്കെ ചെയ്യണം. അതിൽ ഹിംസ് പാട്ടുകൾ പഠിക്കുന്നവർ ആരാധനാഗീതങ്ങളും അല്ലാത്തതൊക്കെ പഠിക്കണം. തന്നെ ഇരിക്കുമ്പോൾ അത് മൂളിപ്പാട്ട് പോലെ പാടുകയും വേണം. നിങ്ങൾ പഠിക്കുന്ന നല്ല ഡിവോഷണൽ സോങ്സ് തന്നെ ഇരിക്കുമ്പോൾ പാടണം. അത് നമുക്ക് അനുഗ്രഹമാണ്. പേരൻസും അത് എൻകറേജ് ചെയ്യണം. സൺഡേ സ്കൂളിലെ എല്ലാ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് 2 തിരുനാളുകൾ അടുത്ത് വരുന്നു. ഒന്ന് 6th of August ഈസ് ദി ഹോളി ട്രാൻസ്ഫിഗറേഷൻ ഡേ. അതോടൊപ്പം 15th of August ഈസ് ദി ഡോർമിഷൻ ഓഫ് സെയിന്റ് മേരി മദർ ഓഫ് ഗാഡ്, അതായത് ദൈവമാതാവിന്റെ വാങ്ങിപ്പ്. ഈ 2 പെരുന്നാളുകൾ അടുത്തടുത്ത് വരുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്കും ആശ്രയിക്കാം, ശരണപ്പെടാം. മാതാവ് നമ്മുടെ ഗുരുവാണ്. വലിയ സ്കോളറായിരുന്നു ദൈവമാതാവ്. പഴയ നിയമം നന്നായിട്ട് പഠിച്ച ആളായിരുന്നു. ദൈവോത്രനെ വീട്ടിൽ പഠിപ്പിച്ച് വളർത്തിയ ആളാണ്. അമ്മയുടെ മടിയാണല്ലോ ആദ്യത്തെ സ്കൂൾ. അങ്ങനെ യേശു ക്രിസ്തുവിനെ വളർത്തി പഠിപ്പിച്ച ആളാണ് ദൈവമാതാവ്. അതുകൊണ്ട് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം. സെയിന്റ് മേരി ഈസ് അവർ ടീച്ചർ, ഷീസ് അവർ പ്രൊഫസർ. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അന്നത്തെ നിലയ്ക്ക്. അതുകൊണ്ട് ഈ തിരുനാളുകൾ നമുക്ക് ഭംഗിയായി ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ഈ തിരുനാളുകൾ ആഘോഷിക്കണം. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ സെക്യുലർ ആൻഡ് ചർച്ച് എഡ്യൂക്കേഷൻ എല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Guide me, Lord, a virtuous vine, always seeking Thee only, taking of all that I shall, trespass not to sinful way. Grant me, Lord, a virtuous mind, which reminds me day and night to fix my feet firmly in the way of Thy commandment. Lord, lover of all mankind, grant me such a peaceful mind. Establish, Lord, in my soul
ദൈവനാമം മഹത്വപ്പെടട്ടെ. സർവശക്തനും കാരുണ്യവാനും നമ്മുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ പ്രത്യേക കൽപ്പനപ്രകാരം 2020 ഓഗസ്റ്റ് 9 ഞായറാഴ്ച സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് ദിവ്യമായ ഒരു സന്ദേശം നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഈ ദിനം ഏറ്റവും ഭംഗിയായി ആചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കണം. ഒന്നാമതായി, ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സഭയ്ക്കു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടി, സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഈ ദിനത്തിൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന സൺഡേ സ്കൂൾ കവർ കളക്ഷൻ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം എല്ലാവരും പ്രയത്നിക്കണം. പ്രത്യേകിച്ച് അതാത് ഇടവക വികാരിയുടെ അനുവാദത്തോടുകൂടി അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സൺഡേ സ്കൂൾ അധ്യാപകർ നിർവഹിക്കണം. മൂന്നാമതായി, നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിലെയും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അതാത് ഇടവകളിലെ ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ്, ടീച്ചേഴ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അതാത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഫോണിൽ കൂടെ ബന്ധപ്പെടുകയും പ്രത്യേകിച്ച് ആ കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിക്കുകയും വേണം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അവരെ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യേകമായ ക്രമീകരണവും ടീച്ചേഴ്സ് നിർവഹിക്കണം. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കുവാനുള്ളത്, നമ്മുടെ ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറീനസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം 2020 ഓഗസ്റ്റ് 30 ഞായറാഴ്ച നമ്മുടെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് മിഡ് ടേം എക്സാം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന് വിശദമായ ക്രമീകരണങ്ങൾ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ അറിയിക്കുന്നതാണ്. ഏവർക്കും സൺഡേ സ്കൂൾ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നമുക്കൊരുമിച്ച് സൺഡേ സ്കൂൾ ദിനത്തിനു വേണ്ടി നമ്മുടെ തലകളെ വണങ്ങാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ ഈ ദിവസം, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ മുഴുവനായും സൺഡേ സ്കൂൾ ദിനം ആചരിക്കുന്ന ഈ ദിനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേക ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുയേശുവിൻ്റെ അരിമ ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്താൽ സ്ഥാപിതമായ ഈ പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ സഭയെ പരിപാലിച്ച് വഴി നടത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഇതിൻ്റെ നായകനും നടത്തിപ്പുകാരനുമായിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമനസിനെ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. സഭയെ ശ്രേഷ്ഠമായി നയിക്കുവാൻ നൽകിയിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. സഭയിലെ എല്ലാ പിതാക്കന്മാരെയും സകല വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും ഈ സമയം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അഭിവന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും ഡയറക്ടർ ജനറൽ വർഗീസ് അച്ഛനെയും കേന്ദ്ര ഭദ്രാസന പ്രവർത്തകരായിരിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും അവിടുത്തെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിച്ചവരെയും ഇപ്പോൾ അധ്വാനിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കൊച്ചി ഭദ്രാസനത്തെ നയിക്കുന്ന ഞങ്ങൾ ഇടവക മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യാക്കോമാർ അറേനിയോസ് തിരുമേനിയെയും ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ ഇടവകകളെയും മുഴുവൻ വിശ്വാസികളെയും പ്രത്യേകിച്ച് ഭദ്രാസന ഡയറക്ടർ, ഭദ്രാസന സെക്രട്ടറി, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടേഴ്സ്, സെക്രട്ടറീസ്, ഹെഡ്മാസ്റ്റേഴ്സ് ആൻഡ് ഹെഡ്മിസ്ട്രസ്, എല്ലാ ഇടവകളിലെയും അധ്യാപകന്മാരെയും കുഞ്ഞുങ്ങളെയും ഈ സമയം അവിടുത്തെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കന്മാരെയും അല്പമായോ അധികമായോ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവരെയും പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ് വളരെ ഭംഗിയായി ക്രമീകരിക്കുവാൻ തക്കവണ്ണം പ്രയത്നിക്കുന്നവരെയും ഇതിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, ഞങ്ങളെ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് അനുഗ്രഹകരമായി തീരണമേ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നാളത്തെ വാഗ്ദാനങ്ങളായി തീരുവാൻ സഭയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ഈ വരുന്ന കാലഘട്ടത്തെ നയിക്കുവാൻ തക്കവണ്ണം ബുദ്ധിയും ജ്ഞാനവുമുള്ളവരായി, ദൈവാശ്രയമുള്ളവരായി, പരിശുദ്ധാത്മ നിറവുള്ളവരായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുന്ന് എൻ്റെ മക്കളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തണമേ. COVID-19 മഹാമാരി മൂലം പ്രയാസപ്പെടുന്ന എൻ്റെ മക്കളെല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ. രാപകൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സാമൂഹ്യ പ്രവർത്തകരെയും ഭരണകർത്താക്കളെയും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം ദുരിതമനുഭവിക്കുന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ. ദൂരസ്ഥരെയും സമീപസ്ഥരെയും സംരക്ഷിക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിൻ്റെ, സുഹാക്കിൻ്റെ, യാക്കോബിനും അടിയിൽ അവിടുന്ന് വസിപ്പിക്കണമേ. ബലഹീനമായ പ്രാർത്ഥന കേൾക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പാഠം 15 പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഉണർവുള്ളവരായിരിക്കാം. ലെസൺ 15. Let us be awake.
എന്താണാവോ ഈ ഉണർവുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞ? നിങ്ങൾ ഉറങ്ങുകയാണോ? അതുകൊണ്ടാണോ ഉണർവുള്ളവരായിരിക്കാൻ പറയുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തില് സുവിശേഷ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ ജനത്തോട് പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഉണർന്നിരിപ്പീൻ. 5 ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ കേട്ടിട്ടില്ലേ നിങ്ങള്? അവിടെ കർത്താവ് പറയുന്നുണ്ട് ഉണർന്നിരിപ്പീൻ. വീണ്ടും ഗത്സമന തോട്ടത്തില് യേശുവിന്റെ കുരിശുമരണത്തിന്റെ തൊട്ടു മുമ്പ് യേശു 3 ശിഷ്യന്മാരെ വേറിട്ട് വിളിച്ചുകൊണ്ടുപോയി. നമ്മുടെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ആ 3 പേരെയും വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എന്നിട്ട് യേശു കുറച്ചുകൂടെ മുമ്പോട്ട് പോയി അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. യേശു ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ശിഷ്യന്മാരെ ഉറങ്ങുന്നതായി കണ്ടു. അപ്പൊ ശിഷ്യന്മാര് അവിടെ പിന്നെയും പറഞ്ഞു, യേശു പറഞ്ഞു, കുറച്ച് സമയം കൂടി നിങ്ങൾക്ക് എന്റെ ഒപ്പം ഉണർന്നിരിപ്പാൻ സാധിക്കില്ലേ? ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വീണ്ടും യേശു പറയുന്ന ഒരു കാര്യമാണ് ഉണർന്നിരിപ്പീൻ. നമ്മൾ കുട്ടികളോടും അങ്ങനെയാണ് പറയുന്നത്, ഉണർന്നിരിപ്പീൻ. അപ്പൊ ഉറങ്ങണ്ടേ? ടീച്ചർ ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് തലേ ദിവസം നമ്മുടെ അപ്പ നമ്മളോട് പറയാണ്, നാളെ രാവിലെ 5 മണിക്ക് നമ്മളൊരു യാത്ര പോവുകയാണ്, പിക്നിക്കിന് പോവുകയാണ് എന്ന് പറയാണ്. നിങ്ങൾ ആ രാത്രി ഉറങ്ങുമോ? ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും, 5 മണിയായോ, പോവാറായോ? എന്തുകൊണ്ടത്? നമ്മൾ അതിനെപ്പറ്റി അലേർട്ടാണ്. അയ്യോ നമുക്ക് പോകണല്ലോ, ഒരു ധൃതിയാണ്. അങ്ങനെയല്ലേ? അങ്ങനത്തെ ഒരു മൈൻഡാണ് നമുക്ക് കുട്ടികൾക്കും വേണ്ടത്, അല്ലേ? അലസത നമ്മൾ വെടിയണം. അതായത് മടി എന്നുള്ളത് നമ്മൾ വെടിയണം. പഠിക്കാനുണ്ട്, ഞാൻ പഠിക്കണം എന്നുള്ള വിചാരം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അതുപോലെ ഉയരങ്ങളിൽ എത്തണം. അതുപോലെ തന്നെയാണ് സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ എത്തുന്നതിനും ഈ പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പിൻ എന്നൊക്കെ പറയും. പ്രാർത്ഥനയോടുകൂടി ഇരിക്കാൻ. അതിന് നമ്മൾ എന്തായിരിക്കണം? അലേർട്ടായിട്ടിരിക്കും. നമ്മുടെ കർത്താവ് എപ്പോഴും ഉണർന്നിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മള് നമ്മുടെ നമസ്കാര പ്രാർത്ഥനകളിലൊക്കെ ചൊല്ലുന്നത്, ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ. അതുപോലെ വേറെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലും, ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നുമില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല എന്ന് പറയും. നമ്മുടെ കർത്താവ് ഉറങ്ങാത്തവനാണ്, അല്ലെ? എന്തുകൊണ്ടാ? നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ചെല്ലുകയല്ലേ. അതുകൊണ്ട് കർത്താവിന് ഉറങ്ങാൻ സാധിക്കുമോ? തന്റെ ശിഷ്യന്മാര്, തന്റെ മക്കളുടെ പ്രാർത്ഥന ദൈവം എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഉണർന്നിരുന്നാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? അങ്ങനെയും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ ഉണർന്നിരിപ്പിൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നില് കർത്താവ് പറയുന്നത് തന്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. 2ാമത്തെ വരവ് എപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരിപ്പിൻ. 2ാമത്തെ വരവിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതിനെപ്പറ്റി അലേർട്ടായിരിക്കണം. അതാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ കർത്താവ് പറയുന്നത്, ഒരു വീട്ടില് ഒരു കള്ളൻ കേറുന്ന സമയം ആ വീട്ടുടമസ്ഥന് അറിയാമെങ്കിൽ അയാൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അയാള് എഴുന്നേറ്റിരിക്കും.
അപ്പൊ ഈ കള്ളൻ വരുന്നത് പോലെ ആ സമയം എന്താണെന്നോ, എന്ന് വരുമെന്നോ, എപ്പോൾ വരുമെന്നോ, എങ്ങനെ വരുമെന്നോ ഒന്നും അറിയായിക കൊണ്ട് നമ്മൾ ഉണർവുള്ളവരായിരിക്കണം. അതാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയില് എവൻഗേലിയോന് ശേഷം, എവൻഗേലിയോൻ എന്ന് പറഞ്ഞാൽ എപ്പോഴത്? തുടക്കത്തില് അച്ഛൻ സുവിശേഷ ഭാഗം വായിക്കൂലോ, അതിനുശേഷം ചൊല്ലുന്ന ഒരു ഗീതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം ഒത്തിരിയേറെ ഗീതങ്ങൾ നമ്മൾ പള്ളികളിൽ പാടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ, സന്ദർഭോചിതമായ ദിവസങ്ങളിൽ നമ്മൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ പാടും. എന്നിരുന്നാൽ കൂടിയും വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പാടുന്ന ഒരു ഗീതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഈ ഉണർന്നിരിപ്പിൻ എന്നുള്ള വാഗ്ദാനത്തോട് കൂടിയിട്ടുള്ള ഒരു ഗീതമാണ് അത് ഉള്ളത്. ആ ഗീതം ഏതാണെന്ന് നമുക്ക് നോക്കാം. യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി ആർന്നോരു ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോർ കവനരത്തേറ്റി പരിഗണിച്ചിടും പാദനിരുത്തും മേശയ്ക്കായി പരിഗണിക്കും സുഖം ഋക്കുദിശാപാറകലിത്ത മുളയുന്നോരോ മുടി ഹാലേലൂയ ചൂടും മകുടത്തിൽ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. യജമാനൻ വരുന്ന നേരത്ത് തന്റെ മുന്തിരിത്തോപ്പിൽ പണിയുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റാൻസയുടെ അർത്ഥം. അതായത് യജമാനൻ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ കർത്താവ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരുമ്പോൾ തന്റെ മുന്തിരിത്തോപ്പിൽ, തന്റെ വേലയിൽ, സ്വർഗരാജ്യത്തിന്റേതായ വേലയിൽ, അതായത് നല്ല പ്രവൃത്തികള്, തന്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുക എന്നുള്ള കർത്തവ്യം അറിയിക്കുന്നവര്, അങ്ങനെ തന്റെ മുന്തിരിത്തോട്ടത്തിൽ തനിക്കായിട്ട് വേല ചെയ്യുന്നവരെ അങ്ങനെ കാണുന്ന, പണിയായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റാൻസയില് പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് പാടാം. യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം. കിട്ടിയില്ലേ? അടുത്ത സ്റ്റാൻസ് എന്താന്ന് നോക്കാം. പകലെല്ലാം തൻ കൂടെ പണിതോർക്ക് അവനര കേട്ടി പരികർമ്മിച്ചിടും. പകലെല്ലാം തന്റെ കൂടെ പണിതോർക്ക്, അതായത് തന്റെ ജീവിതയാത്രയിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർക്ക് അവൻ എന്തു ചെയ്യും? അര കെട്ടി പരികർമ്മിച്ചിടും. എന്തുകൊണ്ടാണ് ഈ അര കെട്ടി പരികർമ്മിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത്രയ്ക്കും ബഹുമാനത്തോടു കൂടി അവര് അന്ത്യത്താഴ സമയത്ത് കർത്താവ് അങ്ങനെ ചെയ്തല്ലോ. യേശു തന്റെ അര കെട്ടിയിട്ടാണ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത്. അങ്ങനെ അത്രയും ബഹുമാനത്തോടു കൂടി
കാര്യത്തോടുകൂടി നമ്മളെ പരികർമ്മിച്ചിടും, നമ്മളെ ശുശ്രൂഷിച്ചിടും. അതാണ് പറയുന്നത്. പകലെല്ലാം തൻ പഠിക്കും കൂടെ പണിതോർക്ക് അവനര കേട്ടി പരികർമ്മിച്ചിടും. ഓക്കെ, അടുത്ത സ്റ്റാൻസ് എന്താണ്? താതനിരുത്തും മേശയ്ക്കായി. താതൻ ആരാണ്? താതൻ പിതാവ്. പിതാവ് എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവം. ഇരുത്തും മേശയ്ക്കായി, നമ്മളെ വിരുന്നിന് വേണ്ടി ഇരുത്തും. താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ. സുതൻ ആരാണ്? പുത്രൻ തമ്പുരാൻ നമ്മളെ ശുശ്രൂഷിക്കും. പിതാവ് വിരുന്നിനിരുത്തുകയും പുത്രൻ തമ്പുരാൻ നമ്മളെ ശുശ്രൂഷിക്കുകയും ചെയ്യും. താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ. രുക്കുദിശ പാറകലിത്ത. പാറകലിത്ത അതായത് പരിശുദ്ധാത്മാവാം ദൈവം. നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്തോണ്ടിരിക്കുന്ന അവിടെ? രുക്കുദിശ പാറകലിത്ത മുടയുന്നോരോ മുടി. ഓരോ കിരീടങ്ങൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കിരീടങ്ങൾ, നമുക്കുള്ള ഓരോ കിരീടങ്ങൾ നമ്മുടെ തലയിൽ വെച്ചു തരും. രുക്കുദിശ പാരകലിത്ത മുടയുന്നോരോ മുടി. ഹാലേലുയ്യ ചൂടും മകുടത്തിൽ. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ കിരീടങ്ങളുണ്ട്. അത് നമുക്ക് നമ്മുടെ തലയിൽ, മകുടത്തിൽ, തലയിൽ വെച്ചു തരും. എങ്ങനെയുള്ളവർക്കാണ് വെച്ചു തരുന്നത്? തന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേല ചെയ്ത് അവന് വേണ്ടി ജീവിക്കുന്നവർക്കാണ് പിതാവ് ഇതെല്ലാം ചെയ്തു തരുന്നത്. അതാണ് ഈ ഗീതത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഈ പാട്ട് പാടാൻ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകില്ലേ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഗീതത്തിന് ആസ്പദമാക്കിയിട്ടുള്ളത്. അവിടെ ഒരു വിശ്വസ്തനായ ഒരു ദാസന്റെ ഉപമയാണ് അത് പറയുന്നത്. അതായത് ഒരു ദാസന് തന്റെ തോട്ടം ഏൽപ്പിച്ചിട്ട് ഈ യജമാനൻ പരദേശത്തേക്ക് പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ ഈ ദാസൻ തന്റെ തോട്ടം നന്നായിട്ട് പരിപാലിച്ചു. അങ്ങനെയുണ്ടെങ്കിൽ ആ നല്ല ഒരു ദാസൻ എന്ന ഒരു ഉത്തരവാദിത്വം ആ യജമാനൻ കൊടുക്കും. അങ്ങനെ ഒരു ഉപമയിൽ കൂടെയാണ് നമ്മളെ ഈ കാര്യം പഠിപ്പിക്കുന്നത്. അതായത് ദൈവം നമ്മെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. തന്റെ രണ്ടാമത്തെ വരവിൽ വരുമ്പോൾ നാം എല്ലാവരും ദൈവത്തിന് ഇഷ്ടമുള്ള ദാസന്മാരായി ജീവിച്ചിട്ടുണ്ടോ എന്നവൻ പരിശോധിക്കും. അതിനുശേഷമാണ് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. ഒരു വിശ്വസ്ത ദാസനായിരിക്കുക. അത്യല്പത്തിൽ വിശ്വസ്തൻ, അധികത്തിലും വിശ്വസ്തനായിരിക്കും. നമ്മൾ ആയിരിക്കുന്ന ഏത് സ്ഥാനത്തായാലും നമുക്ക് കുട്ടികളായ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്, ഇല്ലേ? ആ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ വർദ്ധിപ്പിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അങ്ങനെ താലന്തുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട്, താലന്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചിലവർക്ക് നന്നായിട്ട് പഠിക്കുവാൻ, ചിലവർക്ക് നന്നായിട്ട് പാടുവാൻ, അതുപോലെയുള്ള ഓരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ആ കഴിവുകളെ നമ്മൾ മൂടി വയ്ക്കാതെ, കഴിവുകളെ നമ്മൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട്
ദൈവത്തിന് ഇഷ്ടമാകുന്ന രീതിയിൽ മറ്റുള്ള സാധാന്യ പരീക്ഷകളൊന്നും നമ്മളെ ഏൽക്കാതെ, പരീക്ഷയിൽ നമ്മൾ അകപ്പെടാതെ, സാധാന്യ പരീക്ഷയിൽ നമ്മൾ അകപ്പെടാതെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളായി നമ്മൾ ജീവിക്കണം. അപ്പോ അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് ഈ പാട്ടൊരു ഇടയ്ക്ക് ഒരു എന്താ പറയാ കീയാണ്. ഇങ്ങനെ പാടുമ്പോൾ നമുക്ക് കൂടുതൽ എനർജറ്റിക് ആവും അല്ലെ. നമുക്ക് റൂക്കുദിശ, നമ്മുടെ പരിശുദ്ധാത്മാവ് നമുക്ക് കിരീടങ്ങളൊക്കെ തരും എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ എനർജറ്റിക് ആവും. അപ്പൊ നമ്മൾ ആലോചിക്കണം എന്ത്, ഉണർവുള്ളവരായി ഇരിക്കാൻ വേണ്ടി. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അപ്പൊ ഇന്ന് നമുക്ക് നിർത്തിയാലോ? ഓക്കെ, ബൈ. താങ്ക് യു. അപ്പൊ എല്ലാവരും പാഠമൊക്കെ പഠിച്ച് ആകെ ബോറടിച്ചിരിക്കുമായിരിക്കും അല്ലേ? ബോറടി മാറ്റാനായിട്ടൊരു വഴിയുണ്ട്. നമുക്കൊരു ആക്ഷൻ സോങ് ചെയ്താലോ? ദൈവത്തെ കുറിച്ചിട്ടുള്ളതാണ്. ടീച്ചർ അത് പഠിപ്പിച്ചു തരാം. അപ്പൊ എല്ലാവരും ഒന്ന് സീറ്റിൽ നിന്നൊക്കെ ഒന്ന് എഴുന്നേറ്റ് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെസ് ആയിട്ട് ഉഷാറാവട്ടെ. അത് കഴിഞ്ഞ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ സോങ് ആണ്. 4 ലൈൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ലൈനും ആക്ഷനും ടീച്ചർ കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. I will fight this fight. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഈ പോരാട്ടം പോരാടുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയുള്ള പോരാട്ടം ഇപ്പൊ നടക്കുന്നത്? COVID-19 എന്ന മഹാമാരിക്കെതിരെയുള്ള പോരാട്ടമാണ്. അപ്പൊ I will fight this fight. അടുത്തത് I will run this race. ഞാൻ ഈ ഓട്ടം ഓടി പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. I will run this race. അപ്പൊ നമ്മൾ 2 ലൈൻ പഠിച്ചു. I will fight this fight. I will run this race. ഇനി അടുത്ത ലൈൻ. I will serve the Lord in all I do till I see your face. I will serve the Lord in all I do till I see your face. ഞാൻ അങ്ങയുടെ മുഖം ഇനി കാണുന്നത് വരെ എൻ്റെ എല്ലാ പ്രവർത്തികളും അങ്ങേ സേവിക്കുന്നതിന് വേണ്ടി ആയിരിക്കുമെന്നാണ് പറയുന്നത്. I will serve the Lord in all I do till I see your face. 4 ലൈൻ കഴിഞ്ഞ് ടീച്ചർ ഒന്ന് പാടിത്തരാം. അപ്പം നിങ്ങൾ അതുപോലെ പാടാൻ നോക്കണം. I will fight this fight. I will fight this fight. I will run this run. I will serve the Lord in all I do till I see your face. ഒന്നുകൂടി എല്ലാവരും ഒരുമിച്ച് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. I will fight this fight. I will run this race. I will serve the Lord in all I do till I see your face. പാട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ആയി. ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങാം അല്ലേ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ COVID-19 തുടങ്ങിയ പിന്നെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് മിസ്സായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ക്ലൂ വേണോ? എന്താണെന്ന് നിങ്ങൾ ഒന്ന് ഗസ് ചെയ്തേ. ടീച്ചർ ക്ലൂ തരാം. എല്ലാ ഞായറാഴ്ചയും നമ്മളിത് കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് പരിപാടിയുള്ളൂ. രണ്ടാമത്തെ ക്ലൂ ചിലർക്കൊക്കെ ഇപ്പോൾ പിടികിട്ടി കാണും. രണ്ടാമത്തെ ക്ലൂ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൺഡേ സ്കൂൾ തുടങ്ങുന്നത്. എന്താണ്? കണ്ടുപിടിച്ചിട്ടുണ്ട് കുറെ പേര്. കറക്റ്റ്, വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാനയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ മീനിങ്, വിശുദ്ധ കുർബാനയുടെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ആരാധനകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിശുദ്ധ കുർബാനയാണ്.
അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇമ്പോർട്ടൻസും അതിൻ്റെ മീനിങ്ങും ഒക്കെ കുട്ടികളായി നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? എന്നിട്ട് വേണം നമ്മൾ മാമോദിസ പഠിച്ച പോലെ തന്നെ ഇനി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഭയഭക്തിയോടെ ആദ്യ അവസാനം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയല്ലേ അപ്പോൾ പഠിക്കാൻ? ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ആരാണ്? ആരാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മളോട് പറഞ്ഞത്? നമുക്ക് ഈ കഥ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനം നടന്ന ഒരു സംഭവമാണിത്. പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന പെരുന്നാളിൽ യേശു ശിഷ്യന്മാരെ അയച്ച് വിരിച്ചൊരുക്കിയ ഒരു വലിയ മാളിക തയ്യാറാക്കുവാൻ കൽപ്പിച്ചു. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തുകൊണ്ട്, വാങ്ങുവിൻ, ഇതെൻ്റെ ശരീരമെന്നും, പാനപാത്രം കൊടുത്തുകൊണ്ട്, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതിനായി പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്നും അരുളി ചെയ്തു. ശിഷ്യന്മാർ ഇത് തുടർന്ന് ചെയ്യുവാൻ കൽപ്പിക്കുകയും അത് ചെയ്യുമ്പോഴൊക്കെ കർത്താവിൻ്റെ മരണത്തെ ഓർക്കണമെന്നും തൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഇത് തുടരണമെന്നും യേശു കൽപ്പിച്ചു. ഈ കൽപ്പന സ്വീകരിച്ച് ശിഷ്യന്മാരുടെ കൂട്ടം ഏക മനസ്സോടെ ദേവാലയത്തിൽ ഒത്തുചേരുകയും അപ്പം നുറുക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും കൃപ അനുഭവിക്കുകയും ചെയ്തു പോന്നു. ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് ആദിമ സഭയുടെ ചരിത്രമാണ്. അപ്പസ്തോല പ്രവർത്തികളിലും നാം ഇത് വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന്, അല്ലേ? എന്നിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. കർത്താവ് അന്ത്യത്താഴ സമയത്ത് ചെയ്തതെല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കി. സാധാരണ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു, മുറിച്ച് സ്ലീഹന്മാരുടെ സമൂഹത്തിന് നൽകിയവരോട്, സംശയം കൂടാതെ നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, കടങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും വേണ്ടി ഇത് മുറിക്കപ്പെടുന്നു എന്നരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും തന്റെ തൃക്കരങ്ങളിൽ എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ഈ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിക്കുകയാകുന്നു ചെയ്യുന്നത് എന്ന് കർത്താവ് അവരോട് അരുളി ചെയ്തു. വിശുദ്ധ കുർബാന സമയത്ത് കർത്താവ് പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ? അപ്പൊ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും അത് ചെയ്യാൻ നമ്മളോട് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ അത് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആരാണ്? കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഭയഭക്തിയോടുകൂടി തന്നെ അത് ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ കുർബാന എന്നത് ഒരു സുറിയാനി വാക്കാണ്. കാറേബ് എന്ന ഒരു സുറിയാനി പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉത്ഭവിച്ചത്. കാറേബ് എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കുക എന്നാണ്. എബ്രായ ഭാഷയിൽ കൊർബാൻ എന്നൊരു പദമുണ്ട്. ഈ പദത്തിന് കാഴ്ച എന്നാണ് അർത്ഥം. സുറിയാനിയിലെ കുർബാനോ എന്ന പദം മലയാള ഭാഷയിലേക്ക് കടമെടുത്തിട്ടാണ് കുർബാന എന്ന് പറയുന്നത്. ഇതിന് എന്താ അർത്ഥം എന്നറിയോ? കാഴ്ച, ബലി സമർപ്പണം എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത്. ദൈവത്തിൻ്റെ മുമ്പിൽ കാർഷിക വിഭവങ്ങൾ, അതായത് കൃഷി ചെയ്തുണ്ടാകുന്ന വിഭവങ്ങൾ, മൃഗങ്ങളെ, എന്തിനേറെ സ്വന്തം മക്കളെ പോലും കാഴ്ചയായി സമർപ്പിച്ചവരുടെ കഥ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അബ്രാമിൻ്റെ ബലി. ഇന്നിപ്പോ നമ്മളോടൊപ്പം വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കാനും അറിയാനും നമ്മളോട് കൂട്ടുകൂടാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് കുറെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. മിടുക്കരാണ്, നിങ്ങളെ പോലെ തന്നെ. അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, നമുക്ക് അതും പറഞ്ഞു കൊടുക്കണ്ടേ? ദാ അലൻ എന്തോ സംശയമുണ്ട്, അതെന്താന്ന് നമുക്ക് ചോദിച്ചു നോക്കിയാലോ? ടീച്ചറെ, വിശുദ്ധ കുർബാനയ്ക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? എനിക്ക് മലയാളം എഴുതാൻ അറിഞ്ഞുകൂടാ. അലന്റെ സംശയം എന്താണെന്ന് മനസ്സിലായോ? വിശുദ്ധ കുർബാനയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരുകളാണ് അലൻ അറിയേണ്ടത്. നമുക്കത് പറഞ്ഞു കൊടുക്കാം.
ഓർത്തഡോക്സ് സഭയിൽ 2 ഇംഗ്ലീഷ് പദങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ഇംഗ്ലീഷ് വാക്ക് ലിറ്റർജി എന്നാണ്. ആരാധന എന്നർത്ഥം വരുന്ന ഈ പദം ഇംഗ്ലീഷിലെയാണ്. പൗരസ്ത്യ സഭകളിലൊക്കെ ദ ഹോളി ലിറ്റർജി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പദം ദ യുക്കാരിസ്റ്റ് എന്നാണ്. ഇത് യെവുക്കാരിസ്തിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്തോത്രം എന്നാണ്. അപ്പോൾ 2 വാക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇംഗ്ലീഷിൽ നിന്ന് എടുത്തിട്ടുള്ള ദ ഹോളി ലിറ്റർജി എന്ന പദം, രണ്ടാമത്തേത് ഗ്രീക്ക് പദത്തിൽ നിന്നുള്ള ദ യുക്കാരിസ്റ്റ്, സ്തോത്രം. മിന്നു വന്നിട്ടുണ്ട്. മിന്നുവിന് ഇനി എന്താ സംശയം എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ടീച്ചറെ, എൻ്റെ സ്കൂളിൽ വരുന്ന ഒരു കുട്ടി ഞായറാഴ്ച ഞാൻ മാസിന് പോവുകയാണെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? മിന്നുവിന്റെ സ്കൂളിലുള്ള കുട്ടി പറയുന്നത് ഞായറാഴ്ച മാസിന് പോകുന്നു എന്നാണ്. അതെന്താണെന്നാണ് മിന്നുവിന്റെ സംശയം. നമുക്ക് പറഞ്ഞു കൊടുക്കാം. മിന്നുവിന്റെ സ്കൂളിലുള്ള കുട്ടി കത്തോലിക്ക പള്ളിയിലായിരിക്കണം പോകുന്നത്. അവിടെ പറയുന്നത് എന്താണെന്നോ? ദ ഹോളി മാസ് എന്നാണ്. മിസ്സ എന്ന ലാറ്റിൻ പദം ലത്തീനിലുള്ള വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. വചന ശുശ്രൂഷ കഴിഞ്ഞ് വിശ്വാസികൾക്ക് മാത്രം പങ്കെടുക്കേണ്ട ഭാഗം വരുമ്പോൾ വിശ്വാസികളല്ലാത്തവർ പിരിഞ്ഞു പോവുക എന്നതിനായി ലാറ്റിനിൽ മിസ്സ എസ്ത് എന്ന് പറഞ്ഞു വന്നിരുന്നു. അതാണ് പിന്നീട് മാസ് എന്നായത്. മിന്നും അലനും ഒക്കെ സംശയങ്ങൾ ചോദിച്ചതുകൊണ്ട് നമുക്കും വിശുദ്ധ കുർബാനയുടെ ഒരുപാട് പേരുകളെ കുറിച്ചും പല ഭാഷയിലുള്ള പേരുകളെ കുറിച്ചൊക്കെ പഠിക്കാൻ സാധിച്ചു അല്ലേ? ഇനി ഹന്ന വരുന്നുണ്ടല്ലോ. ഹന്നക്ക് ഇനി എന്താ ഡൗട്ട് ഉള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ടീച്ചർ, ഇന്നാൾ അമേരിക്കയിൽ നിന്നും വന്ന എൻ്റെ അങ്കിള് പറയുവാണ് ഞാൻ തിരുവത്താഴത്തിന് പോവുകയാണെന്ന്. എന്താണ് ടീച്ചറെ ആ പറഞ്ഞതിനർത്ഥം? ഹന്നയുടെ വീട്ടിൽ വന്ന അങ്കിള് തിരുവത്താഴത്തിന് പോകുന്നു എന്നാണ്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു എന്നതിന് പറഞ്ഞത്. അതാണ് ഹന്നയ്ക്ക് ആകെ സംശയമായത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പഠിച്ചു. എന്താ പഠിച്ചത്? യേശു പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളില് ശിഷ്യന്മാരോടൊത്ത് അപ്പം എടുത്തു വാഴ്ത്തി ശിഷ്യർക്ക് കൊടുത്തു, വീഞ്ഞെടുത്ത് വാഴ്ത്തി ശിഷ്യർക്ക് കൊടുത്തിട്ട് തന്റെ 2ാമത്തെ ആഗമനം വരെ ഇത് ചെയ്യണമെന്നും ഇത് ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ കുരിശുമരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സ്മരിക്കണം എന്നുമെല്ലാം കർത്താവ് അവരോട് കൽപ്പിച്ചു. അത് അവർ തുടർന്ന് ചെയ്തു പോന്നു അല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ തിരുവത്താഴം എന്ന് ഹന്നയുടെ അങ്കിൾ വിശേഷിപ്പിച്ചത്. ഇപ്പൊ മനസ്സിലായി? അന്ന് അങ്കിള് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇന്ന് കമ്മ്യൂണിയൻ എടുത്തിട്ടില്ല എന്നും പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഹന്ന ആളൊരു മിടുക്കിയാണ്. അവളുടെ വീട്ടിൽ അങ്കിള് വന്നപ്പോൾ പറഞ്ഞ ഓരോ വാക്കും അവൾ ഓർത്തു വെച്ചിട്ടുണ്ട്. അവളുടെ സംശയം കമ്മ്യൂണിയൻ കൈക്കൊണ്ടില്ല എന്ന് അങ്കിള് പറഞ്ഞതിനെ കുറിച്ചാണ്. കമ്മ്യൂണിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ കുർബാനയ്ക്കാണ് ദ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവർ ഞാൻ കമ്മ്യൂണിയൻ സ്വീകരിച്ചു എന്ന് പറയാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴെല്ലാം അത് ഒരുക്കത്തോടെ പങ്കെടുത്ത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളതിന് കടപ്പെട്ടവരാണ്. ഇങ്ങനെ കമ്മ്യൂണിയൻ അനുഭവിച്ചു വരുന്നവരുടെ കൂട്ടത്തെയാണ് തുടക്കത്തിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹം എന്നൊക്കെ വിളിച്ചിരുന്നത്. നമ്മൾ വിശുദ്ധ കുർബാനയുടെ കുറേ ഭാഷയിലുള്ള പദങ്ങളും അതിന്റെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കി പഠിച്ചു അല്ലേ? ഇനി നിങ്ങളിത് മറക്കില്ലല്ലോ. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി കുർബാന കാണുമ്പോൾ ഇതെല്ലാം മനസ്സിൽ ഓർത്തു വെച്ച് ഭയഭക്തിയോടെ വേണം കുർബാന ആദ്യ അവസാനം പങ്കുകൊള്ളാൻ. ആദ്യം മുതൽ അവസാനം വരെ പങ്കുകൊള്ളാനും ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഈ കുർബാന എത്രയും പെട്ടെന്ന് നമുക്ക് നേരിട്ടൊന്ന് അനുഭവിക്കണ്ടേ? എത്രയോ നാളുകളായി നമ്മൾ നേരിട്ട് പള്ളിയിൽ പോയി ഒന്ന് കുർബാന കണ്ടിട്ട് അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും, കുഞ്ഞുങ്ങളായി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് കർത്താവിന് ദിവ്യബലി അർപ്പിക്കുവാൻ ഉള്ള അവസരം ഉണ്ടാക്കി തരണമേ എന്ന്. ആക്ടിവിറ്റി ആയിട്ട് 3 ചോദ്യം മാത്രമേ ഉള്ളൂ. വിശുദ്ധ കുർബാനയ്ക്ക് ഓർത്തഡോക്സ് സഭയിൽ ഇംഗ്ലീഷിൽ പറയുന്ന 2 പേരുകൾ എന്താണ്? വിശുദ്ധ കുർബാന എന്ന പദത്തിന്റെ ഉത്ഭവവും
ആരംഭവും അർത്ഥവും. അടുത്ത ചോദ്യം, യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എങ്ങനെയാണ്? നമ്മൾ 2 തവണ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ? അപ്പൊ ഈ 3 ചോദ്യങ്ങളും ആൻസേഴ്സ് എഴുതി സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.